ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. വാനരശ്രേഷ്ഠനായ നീലൻ രാമശരത്തെ പർവ്വത ഗുഹയിൽ നിന്ന് ഉഗ്രസർപ്പത്തെ പോലെ പതുക്കെ വലിച്ചൂരി. അസ്താദ്രി മുകളിൽ പ്രകാശിക്കുന്ന ദീപ്തരവി കിരണം പോലെ ആ ബാണം ജ്വലിച്ചിരുന്നു. ബാലിയുടെ രക്തമെല്ലാം മുറിവായിൽ കൂടി ചെങ്കാവി മണ്ണു കലർന്ന ചോലവെള്ളം പർവ്വതത്തിൽ നിന്നെന്ന പോലെ ഒഴുകി. പ്രാണനാഥൻ്റെ ഉടലിൽ ഉള്ളതും രണഭൂമിയിൽ നിന്ന് പറ്റിപ്പിടിച്ചതുമായ പൊടിയെല്ലാം താര തുടച്ചുമാറ്റി കണ്ണീർ കൊണ്ട് കുളിപ്പിച്ചു. അമ്പേറ്റ് ഹതനായ ശൂരനിൽ നിന്ന് എമ്പാടും രക്തം വാർന്നത് കണ്ട താര പിങ്കാക്ഷനായ അംഗദനുണ്ണിയോട് പറഞ്ഞു, ഓമന മകനെ, അച്ഛൻ്റെ ദാരുണമായ ചരമാവസ്ഥ നോക്കൂ. പാപഫലത്താൽ ഉണ്ടായിത്തീർന്ന വൈരമെല്ലാം അവസാനിച്ചു. ഉദയരവി സദൃശനായ പിതാവ് യമനിലയത്തിലേക്ക് യാത്രയായി. ഉണ്ണി, മാനധനായ പിതാവിനെ അഭിവന്ദിക്കൂ. അംഗദൻ എന്നു പേരായ ദാസൻ ഇതാ വന്ദിക്കുന്നു. പേർ പറഞ്ഞ് പരിക തുല്യ ബാഹുക്കളാൽ പിതൃപാദങ്ങളിൽ പിടിച്ചു വന്ദിച്ചെഴുന്നേറ്റു. പ്രഭോ, അവിടത്തെ നമസ്കരിക്കുന്ന മകനോട് സാധാരണ പോലെ മകനെ ദീർഘായുസിരിക്കൂ എന്ന് പറയാത്തത് എന്താണ്? കണ്ണീർ വർഷിച്ചുകൊണ്ട് താര തുടർന്നു. ഹതനായ അവിടുത്തെ ഉണ്ണിയൊന്നിച്ച് ഞാൻ ഉപാസിക്കും. പശുവും കുഞ്ഞുമുള്ള കാളയെ സിംഹം ഹനിച്ചിട്ട പോലെയായി എൻ്റെ സ്ഥിതി. യുദ്ധയജ്ഞത്തിൽ രാമബാണമാകുന്ന വാരിയിൽ സപത്നീകനല്ലാതെ അവിടുന്ന് ഒറ്റയ്ക്ക് എങ്ങനെയാണ് അവഭൃത സ്നാനം ചെയ്തത്? രണത്തിലുള്ള സാമർഥ്യം കണ്ട് ദേവേന്ദ്രൻ അവിടുത്തേക്ക് പാരിതോഷികമായി നൽകിയ പൊന്മാല കഴുത്തിൽ അണിയാത്തത് എന്താണ്? പ്രഭോ, മരിച്ചു കഴിഞ്ഞിട്ടും രാജശ്രീ ഒട്ടും തന്നെ അവിടുത്തെ വിട്ടുപിരിഞ്ഞിട്ടില്ല. സൂര്യൻ മറഞ്ഞാലും അസ്താദ്രി രശ്മി സമൂഹങ്ങളാൽ പ്രകാശിക്കുന്നത് പോലെയാണ് അവിടുന്ന്. എൻ്റെ പദ്യവാക്കുകൾ അവിടുന്ന് ശ്രദ്ധിക്കുന്നില്ല. അവിടുത്തെ തടുത്തു നിർത്തുവാനുള്ള ശക്തി എനിക്കും ഉണ്ടായില്ല. പുത്രനോട് കൂടിയ ഞാൻ ഹതയായി തീർന്നു. യുദ്ധത്തിൽ വീരമൃത്യു പ്രാപിച്ച അവിടുന്ന് ലക്ഷ്മിയൊന്നിച്ച് എന്നെ വിട്ടുപിരിഞ്ഞുപോയി. ദുഃഖസാഗര നിമഗ്നയായി കണ്ണീരൊഴുക്കുന്ന താരയെ അഗ്രജനിധാനം കൊണ്ട് അശത്രുവായി തീർന്ന സുഗ്രീവൻ കണ്ടു. അതുല്യനായ സഹോദരൻ്റെ മരണം ഊർജ്ജസ്വലനായ അനുജനെ അപാര ദുഃഖത്തിൽ ആഴ്ത്തി. അശ്രുക്കൾ ധാരധാരയായി പ്രവഹിച്ചു. ജ്യേഷ്ഠൻ്റെ ജഡത്തിലേക്ക് വീണ്ടും വീണ്ടും നോക്കി. ലോകത്തിലുള്ള എല്ലാറ്റിലും സുഗ്രീവന് വൈരാഗ്യം തോന്നി. ഭൃത്യരുമൊത്ത് ശ്രീരാമചന്ദ്ര സവിധത്തിലേക്ക് ചെന്നു. ഇടതു കൈകൊണ്ട് കാർമൂകമൂന്നി വലതു കൈയിൽ സർപ്പതുല്യമായൊരു ശരവുമേന്തി അനശ്വര യശസ് ആർന്നവനും സർവലക്ഷണ സമ്പൂർണനുമായ ആ ധീരോദാത്തനോട് ഗദ്ഗത കണ്ടത്തോടെ സവിനയം സുഗ്രീവൻ പറഞ്ഞു, മഹാപ്രഭോ, നരേന്ദ്രനായ അവിടുത്തെ പ്രതിജ്ഞ ഫലപ്രദമാം വിധം അക്ഷരം പ്രതി നിറവേറ്റി. രാജരാജേന്ദ്ര, എൻ്റെ മനസ്സ് സുഖത്താൽ മാത്രമല്ല ജീവിതത്തിലും കൂടി വെറുത്തു കഴിഞ്ഞു. എൻ്റെ ജ്യേഷ്ഠൻ്റെ ധർമ്മപത്നി, ഞങ്ങളുടെ മഹാരാജ്ഞി അതിദുഃഖത്തോടെ കരയുക. ഈ കിഷ്കിന്ധാ നഗരിയിൽ നിന്നാകെ വിലാപനാദം ഉയരുക. അച്ഛൻ മരിച്ച തീരാവ്യസനം കൊണ്ട് അംഗദൻ നിസ്തേജനാവുക. പ്രഭോ രാമദേവ, എനിക്കെന്തിനാണ് രാജ്യം? ഞാൻ ഒട്ടും തന്നെ അതിനെ ആഗ്രഹിക്കുന്നില്ല. അടക്കുവാനാകാത്ത കോപം, അക്രമവാസന, അതിരറ്റ പ്രതികാരേച്ഛ എന്നിവയാൽ അഗ്രജവധം എനിക്ക് മുമ്പ് ഇഷ്ടമായി തോന്നി. ആ കപീശ്വരൻ ഇന്ന് ഹതനായപ്പോൾ തീരാവ്യസനമാണ് വന്നത്. സ്വകർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഋഷ്യമൂഘാദ്രിയിൽ വിഷമമില്ലാതെ വസിക്കുകയായിരുന്നു ശ്രേയസ് എന്ന് ഇപ്പോഴാണ് തോന്നുന്നത്. സഹോദരവധം കൊണ്ട് ദൈവത്വമല്ല എനിക്ക് സിദ്ധിച്ചത്. യുദ്ധത്തിൽ അടിപ്പെട്ട എന്നോട് ഈ മഹാനുഭാവൻ സുഗ്രീവ, നീ പൊയ്ക്കൊള്ളൂ, നിന്നെ ഞാൻ കൊല്ലുകയില്ല എന്നരുളി ചെയ്തു. ജ്യേഷ്ഠൻ ആ വാക്ക് പരിപാലിച്ചു. ഇത് എനിക്ക് ഒത്തതുമായി. പ്രഭോ രഘുനായക, ഒരനുജൻ സദ്ഗുണസമ്പന്നനായ ജ്യേഷ്ഠനെ നിഗ്രഹിക്കുവാൻ ഒരുങ്ങുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വെറും കാമത്തിന് കീഴ്പ്പെട്ട് നാടിനെ മോഹിച്ച് അഴലുണ്ടാക്കും എന്ന് ആലോചിക്കാതെ ആരാണ് ഇത്തരം ചെയ്യുക? മഹാത്മാവായ ജ്യേഷ്ഠൻ എന്നെ കൊല്ലുവാൻ ഒട്ടും ഉദ്ദേശിച്ചിരുന്നില്ല. മഹാദുഷ്ടനായ ഞാനാകട്ടെ അനാശാസ്യമായ അഗ്രജ നിഗ്രഹത്തിന് കൊതിച്ചു. വൃക്ഷക്കൊമ്പുകളിൽ ആടിക്കൊണ്ട് അവശനായ എന്നോട് ജ്യേഷ്ഠൻ, സുഗ്രീവ, ഇനി നീ പൊരുതാതെ പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞ് സഹോദര വാത്സല്യവും ഗുരുത്വവും ധർമ്മവും രക്ഷിച്ചു. പ്രഭോ, നൃശംസനായ ഞാനാകട്ടെ ദ്വേഷവും കാമവും വാനരത്വവും വ്യക്തമാക്കി. അചിന്ത്യവും അക്ഷന്ധ്യവുമായ മഹാപാപമാണ് ഭ്രാതൃവാദം കൊണ്ട് ഞാൻ സമ്പാദിച്ചത്. ത്വഷ്ടാവിനെ വധിച്ച ദേവേന്ദ്രനെ പോലെ മഹാപാപിയായി തീർന്നു ഞാൻ.
എന്നാൽ ഇന്ദ്രൻ്റെ പാപത്തെ ഭൂമി, വെള്ളം, മരം, സ്ത്രീ എന്നിവർ ഏറ്റുവാങ്ങി. ഈ മരഞ്ചാടിക്കുരങ്ങൻ്റെ പാപത്തെ വാങ്ങുവാൻ ആരാണുള്ളത്? രഘുവംശരത്നമായ രാമചന്ദ്ര, പ്രജകളുടെ ബഹുമാനത്തിന് ഞാൻ ഒരിക്കലും അർഹനല്ല. ഇത്തരത്തിൽ വംശനാശകരമായ കടുംകൈ ചെയ്തവന് യുവരാജത്വമോ രാജാധിപത്യമോ സിദ്ധിക്കാൻ ന്യായമില്ല. സജ്ജനങ്ങളെല്ലാം ഒരുപോലെ ത്യജിക്കുന്നൊരു പാപകർമ്മം ഞാൻ ചെയ്തു. പേമാരി വെള്ളം താണ നിലത്തിലേക്കെന്ന പോലെ അഴലെല്ലാം എൻ്റെ മനസ്സിൽ ഒന്നിച്ചു വന്നു ചേരുകയാണ്. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.